നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചക്കയുടെയും ചക്കക്കുരുവിൻ്റെയൊക്കെ സീസണല്ലേ. ഇപ്പോൾ കുറച്ചധികം ചക്കക്കുരു കിട്ടിയാൽ എന്ത് ചെയ്യും? ഒരു അടിപൊളി റെസിപ്പി അറിഞ്ഞു തരട്ടെ. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു ഉണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ലഡ്ഡു എന്ന് പറയാം. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. എറൗണ്ട് ഒരു 25 ചക്കക്കുരു ഉണ്ടാവും. ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ചക്കക്കുരു നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വെള്ളപ്പാർട്ട് മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഈ ഒരു പാർട്ട്, ബ്രൗൺ പാർട്ട് കളയില്ല കേട്ടോ. ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ആ ഒരു ബ്രൗൺ പാർട്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ആവശ്യമായിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് നാളികേരം ആവശ്യമായിട്ടുണ്ട്. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി അടുത്തതായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് എടുത്തേക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് പൊടിച്ച ശർക്കരയും ആവശ്യമായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് കുറച്ച് നട്ട്സും കൂടി എടുത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. വാൾനട്ട്, ബദാം, പീനട്ട്, അതായത് കപ്പലണ്ടി, കാഷ്യൂ, അണ്ടിപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് മിഡിയത്തിലാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കുക. ചക്കക്കുരു നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതായത് ചക്കക്കുരു ചെറുതായിട്ടൊന്ന് വേഗവും വേണം, അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറുകയും വേണം. ചക്കക്കുരു വെച്ചിട്ട് ഒത്തിരി റെസിപ്പീസ് നമുക്ക് തയ്യാറാക്കാം. മെഴുക്കുവരട്ടി തയ്യാറാക്കാം, തോരൻ തയ്യാറാക്കാം, അങ്ങനെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് നമുക്ക് തയ്യാറാക്കാം. ചക്കക്കുരു വെച്ചിട്ട് ഉണ്ട തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഈ ഒരു ഉണ്ട കഴിക്കുമ്പോൾ നമ്മൾ ചക്കക്കുരു വെച്ചിട്ടാണ് തയ്യാറാക്കിയെന്ന് ആരും പറയില്ല കേട്ടോ. പ്രത്യേകിച്ച് ഇതിൽ നട്ട്സൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചക്കക്കുരുവിൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്, മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, കാൽഷ്യം റിച്ചാണ്, അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ചും ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനൊക്കെ ചക്കക്കുരു കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചക്കക്കുരു കിട്ടുമ്പോൾ കളയല്ലേ. ഈ ഒരു ചക്കക്കുരു ഉണ്ട്, അല്ലെങ്കിൽ ചക്കക്കുരു ലഡ്ഡു എന്ന് പറയാം. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ സമയം എടുക്കുന്നതെന്ന് വെച്ചാൽ ചക്കക്കുരു ക്ലീൻ ആക്കാനുള്ളൊരു സമയം, പിന്നെ ഇത് വറുത്തെടുക്കാനായിട്ടുള്ള സമയം. ഇത് വറുത്തെടുക്കാനായിട്ട് അറൗണ്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കറക്റ്റ് പാകമായോ ഇല്ലയെന്ന് അറിയാനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒടിച്ച് നോക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഒടിഞ്ഞ് വരുവാണെന്ന്, നല്ല ക്രിസ്പി ആയിട്ട് ഒടിഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ പാകത്തിന് റെഡി ആയിട്ടുണ്ടെന്നുള്ളതാണ്. ചക്കക്കുരു വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഇനി അടുത്തായിട്ട് ആ സെയിം കടായിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നട്ട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ നട്ട്സ് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് അധികം സമയം എടുക്കില്ല. മാക്സിമം ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നട്ട്സ് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റായി കിട്ടും. കാരണം ആ കടായിൽ തന്നെ ചെറിയൊരു ചൂടുണ്ട്. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ പൊടിക്കാനും ഈസി ആയിരിക്കും, അതുപോലെ തന്നെ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇതിൻ്റെ അളവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാം 1 ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. നട്ട്സ് കൂടാതെ തന്നെ മട്ട റൈസ് വേണമെങ്കിലും ചേർക്കാം. അതായത് ഒരു 1/4 കപ്പ് മട്ട റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ച് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മട്ട റൈസ് ചേർക്കുന്നില്ല. ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ കുറച്ചും കൂടി സമയം അധികം എടുക്കും. കാരണം ഈ മട്ട റൈസ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനും കുറച്ച് സമയം എടുക്കുമേ. അങ്ങനെ നട്ട്സ് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. മാക്സിമം ഒരു 5 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതും തണുക്കാനായിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇവ രണ്ടും നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. തണുക്കുന്ന സമയം കൊണ്ട് തന്നെ സോസ് പാനിലോട്ട് 250 ml കപ്പിൽ 1 കപ്പ് ശർക്കര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം ചേർക്കാം. ഇതിൽ അധികം വെള്ളം ചേർക്കല്ലേ. മാക്സിമം ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്താൽ മതിയാകും. കാരണം ഈ ശർക്കരയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുപോലെ തന്നെ നമ്മൾ ഈ ലഡ്ഡു തയ്യാറാക്കുമ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് തിളച്ച് കുറച്ചും കൂടി ഒന്ന് കുറുകി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു അളവിൽ ശർക്കര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള മധുരമായിരിക്കും. അതല്ല കുറച്ചും കൂടി അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പും കൂടി എക്സ്ട്രാ മധുരം ചേർക്കുക. പക്ഷേ ഈ ഒരു മധുരം പാകത്തിനാണ്. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് മധുരമാവും. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഇപ്പോൾ ശർക്കര നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ടും തിളപ്പിച്ച് കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ ലഡ്ഡു കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ മുന്നത്തെ കാട്ടിയും കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത്ര മതിയാകും. ഇത് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാകും. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അതായത് ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വൈകുന്നേരം ചായയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്.
ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു വലിയ ജാറിലോട്ട് ചക്കക്കുരു ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് അളവിലായതുകൊണ്ട് തന്നെ ഞാൻ ഒരുമിച്ചാണ് ചേർക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ ഒത്തിരി പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ട ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവണം. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി അടുത്തായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഒത്തിരി അങ്ങ് പൗഡർ ഫോം ആക്കല്ലേ, ചെറിയൊരു തരിതരിപ്പായിട്ടാണ് നട്ട്സും പൊടിച്ചെടുക്കാനായിട്ടുള്ളത്. നട്ട്സും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. നട്ട്സ് പൊടിച്ചെടുത്തപ്പോൾ ഒത്തിരി അങ്ങ് പൗഡർ ഫോം ആക്കാതെ ചെറിയ തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരുന്നത്. ഇപ്പോൾ കാണുന്നുണ്ടോ, ആ ചെറിയ ബദാമൊക്കെ ഇടയ്ക്ക് കാണാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതിയാകും. ഒത്തിരി അങ്ങ് പൗഡർ ഫോം ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. ഇനി ഇതിൽ ഏലക്കയും കൂടെ ചേർക്കണം. എൻ്റെ കയ്യിൽ ഏലക്കര പൊടി ഉള്ളതുകൊണ്ട് ലാസ്റ്റ് ചേർത്താൽ മതിയാകും. ഏലക്കര പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പൊടിക്കുന്ന സമയത്ത് ഏലക്കയും കൂടെ ചേർത്തതിന് ശേഷം പൊടിച്ചെടുക്കുക. ഇനി ആ സെയിം കടായിലോട്ട് ചെറിയ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കുക. നാളികേരം 1 കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റിയാണ്. 5 മുതൽ 6 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതായത് നാളികേരത്തിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവുമല്ലോ, അപ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പം മാറി ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരൊന്ന് വറുത്തെടുക്കാം. നാളികേരം ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാൽ ചിലപ്പോൾ കേടാവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ നാളികേരം വറുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, കളറുണ്ടോ, ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് മതിയാകും. ഒത്തിരി അങ്ങ് കളർ മാറേണ്ട ആവശ്യം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ചക്കക്കുരു നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതായത് നമ്മൾ ചേർത്ത നെയ്യും നാളികേരം ഈ ഒരു കൂട്ടും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചെറുതായിട്ട് തണുത്തും തോന്നുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുക. ശർക്കര പാനി ഇതുപോലെ കുറച്ച് കട്ടിക്കായിരിക്കണം എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ലഡ്ഡു തയ്യാറാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് ശർക്കര പാനിയും ഈ ഒരു കൂട്ടും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഫ്ലെയിം ഓഫാണേ. ഇങ്ങനെ മിക്സാക്കുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അതായത് ആ നട്ട്സിൻ്റെയും ചക്കക്കുരു പൊടിച്ചിടുമ്പോൾ പ്രത്യേക ഒരു മണമാണ്. എല്ലാം കൂടി ഇതുപോലെ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഈ ഒരു റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ലൈക്കും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ചെറുതായിട്ട് മാറിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ചെറിയ ചൂടോടെ വേണം ഇതൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഒന്നും കൂടി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് ഇപ്പോൾ വലിയ ചൂടില്ല എങ്കിലും നമുക്ക് ഉരുട്ടാൻ പാകത്തിനുള്ള ചൂട് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ നെയ്യ് ചേർത്തിട്ടില്ല. അങ്ങനത്തെ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ചക്കക്കുരു വെച്ചിട്ട് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഹെൽത്തിയാണ്, അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ലഡ്ഡുവാണ്. അപ്പോൾ ഒരെണ്ണം എടുത്തൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നോക്കൂ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് കഴിക്കുമ്പോൾ ചക്കക്കുരു വെച്ചിട്ട് തയ്യാറാക്കിയെന്ന് ആരും പറയില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.